വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമല. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. 3 പതിറ്റാണ്ടിനു ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കുള്ള ആദ്യ വനിതയായി ഷാനിമോൾ ഉസ്മാൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഗൂഢാലോചനയിലേക്കും SIT അന്വേഷണം. പിഞ്ചു കുഞ്ഞിനെ ബന്ദിയാക്കി ഭീഷണി. സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് 55 ലക്ഷവും ആഭരണവും കവർന്നു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റ് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. CBSE മൂല്യനിർണയത്തിലെ ഗുരുതര വീഴ്ച. ചെയർമാനും സെക്രട്ടറിക്കും സ്ഥലം മാറ്റ കരാർ. ക്രമക്കേടിൽ കേന്ദ്ര അന്വേഷണം. വാർത്തകൾ വിശദമായി. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസ് അംഗം ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. CPI-യിലെ ഭാർഗവി തങ്കപ്പന് ശേഷം ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ അരൂർ MLA ആയ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചു. KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ, AICC സെക്രട്ടറി, KPCC അംഗം തുടങ്ങിയ നിരവധി സുപ്രധാന ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാനിമോൾ ഉസ്മാൻ. CMRL എക്സാലോജിക്കൽ കേസ് റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നു. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും ഉണ്ടെന്ന് EDയുടെ വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ഉന്നത CPIM നേതാക്കളുടെ ഫോൺ രേഖകളും വാട്സ്ആപ്പ് ചാറ്റുകളും പരിശോധിക്കണമെന്ന് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ പ്രത്യേക പോലീസ് സംഘം കൊച്ചിയിലെത്തി ആക്രമണത്തിനിരയായ ED ഉദ്യോഗസ്ഥർ സാക്ഷികളെയും മൊഴി രേഖപ്പെടുത്തി. കേസ് ഉടൻ തന്നെ CBIക്ക് കൈമാറിയേക്കും. പിഞ്ചുകുഞ്ഞിനെ ബന്ദിയാക്കി വൻ കവർച്ച. 55 ലക്ഷവും സ്വർണവും കവർന്നു. ദേശീയപാതയിൽ പയ്യന്നൂർ ഏടനാട്ടടുത്ത് പുലർച്ചെ സ്വർണ്ണ വ്യാപാരി കുമാർ ജലന്ധർ നിഗവയെയും കുടുംബത്തെയും 2 കാറുകളിലെത്തിയ മുഖമൂടി സംഘം മാരക ആയുധങ്ങളുമായി തടഞ്ഞു നിർത്തി. ഭീതി സൃഷ്ടിക്കാനായി വ്യാപാരിയുടെ മാസങ്ങൾ മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ ആക്രമികൾ തട്ടിയെടുത്തു. തുടർന്ന് 25.5 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും 55 ലക്ഷം രൂപയും അവർ സഞ്ചരിക്കുന്ന കാറും സംഘം കവർന്നു. തലശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വരെയ്ക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. CBSE 12ാം ക്ലാസ് പരീക്ഷ ഫലപ്രഖ്യാപന വിവാദത്തിന് പിന്നാലെ ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും പദവികളിൽ നിന്ന് അടിയന്തരമായി സ്ഥലം മാറ്റി. കരാർ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഏകാംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കിയാൽ പോരെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 പതിറ്റാണ്ടിനു ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കുള്ള ആദ്യ വനിതയായി ഷാനിമോൾ ഉസ്മാൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഗൂഢാലോചനയിലേക്കും SIT അന്വേഷണം. പിഞ്ചു കുഞ്ഞിനെ ബന്ദിയാക്കി ഭീഷണി. സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് 55 ലക്ഷവും ആഭരണവും കവർന്നു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റ് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. CBSE മൂല്യനിർണയത്തിലെ ഗുരുതര വീഴ്ച. ചെയർമാനും സെക്രട്ടറിക്കും സ്ഥലം മാറ്റ കരാർ. ക്രമക്കേടിൽ കേന്ദ്ര അന്വേഷണം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.